Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, class start ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ICU എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതില് സ്റ്റാഫിംഗ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. ഓർക്കണുണ്ടോ? സ്റ്റാഫിംഗ് നമ്മൾ കംപ്ലീറ്റ് എല്ലാ പോയിന്റ്സുകളും വായിച്ചായിരുന്നു. അവിടെ വരെ അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? ക്ലാസ് ഓർമ്മയുള്ളവർക്ക് അറിയാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇനി അടുത്തൊരു സെക്ഷൻ ആണ് രജിസ്ട്രാർ ഇൻ ICU. ICUല രജിസ്ട്രാറിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ICUലുള്ള ഓരോ പേഴ്സൺസ് ആണ് കേട്ടോ അത്. അപ്പൊ രജിസ്ട്രാർ ഇൻ ICU. ഇനി ആരാണ് ICUലെ രജിസ്ട്രാർ എന്നാണ് ഇനി പറയുന്നത്. One senior resident who becomes registrar post MD will always be on duty. He or she can be consultant later after few years of attaining experience. ഇതിൽ മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം അല്ലെ? ഓക്കെ, അപ്പോ ICUല് രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ റെസിഡന്റ് ആണ്. ഹു ബിക്കംസ് രജിസ്ട്രാർ ഒരു സീനിയർ റെസിഡന്റ് ആണ്, അതായത് പോസ്റ്റ് MD എടുത്തിട്ടുള്ള. ഇനി MD എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ പോസ്റ്റ് MD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MD ഡോക്ടർ ഓഫ് മെഡിസിൻ, അതായത് ഇപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് മീൻസ് PG എടുത്തിട്ടുള്ള മാസ്റ്റർ ഓഫ് അല്ലെ? മാസ്റ്റർ ഓഫ് അല്ല, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. സോ പോസ്റ്റ് MD എടുത്തിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. Then he will be always on duty. അദ്ദേഹം എപ്പോഴും ICUലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. So he or she can be consultant later after a few years of attaining experience. So അദ്ദേഹത്തിന് ഈ ICUലുള്ള അതായത് പോസ്റ്റ് MD കഴിഞ്ഞിട്ട് ICUലായിരിക്കും അദ്ദേഹം, അവിടുത്തെ ഡ്യൂട്ടിയിലായിരിക്കും. സോ ICUലെ പേഷ്യൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും ICUലെ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഇദ്ദേഹം. സോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കൊണ്ട്, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് മൂലം കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാനും സാധിക്കുന്നു. ഓക്കെ, അതായത് രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയർ റെസിഡന്റ് ആണ്. പോസ്റ്റ് MD കഴിഞ്ഞിട്ടുള്ള ഒരു സീനിയർ റെസിഡന്റ് ആണ് ICUലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കണക്കാക്കി എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാണ്. ടിപ്പിക്കലി ഒരു ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. എക്സ്പീരിയൻസിലൂടെ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാമെന്ന്, കാരണം അദ്ദേഹം ICUലെ പ്രവർത്തനങ്ങൾ, ICUലെ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സും ഡേ ടു ഡേ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. സോ കൺസൾട്ടന്റ് ആയിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാം. ഓക്കെ, then ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. one senior resident who becomes registrar. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സീനിയർ റെസിഡന്റ് ആണ് രജിസ്ട്രാർ ആയി മാറുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഡോക്ടർ തന്നെയാണ്, ടിപ്പിക്കലി ആള് ഡോക്ടർ ആണ്. ദെൻ നമ്മൾ പറയുന്നത് MD കഴിഞ്ഞതിന് ശേഷം ഹൗസ് സർജൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ലാന്ന്, കാരണം അദ്ദേഹം ICUല് വർക്ക് ചെയ്യുന്നുണ്ട്. ICUലുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെയൊക്കെ നോക്കുന്നു, ദെൻ ICUലൊക്കെ പേഷ്യൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. സോ കൺസൾട്ടന്റ് ആയിട്ടും പിന്നീട് പ്രവർത്തിക്കാണ്. ഡോക്ടർ ആയിട്ട് വേണമെങ്കിൽ ഇരിക്കാം, ആള് ICUല് തന്നെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ കൺസൾട്ടന്റ് ആയിട്ട് വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം, സേവനം ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വരുത്തണ്ട. സീനിയർ റെസിഡന്റ് ആണ്, രജിസ്ട്രാർ എന്ന് മനസ്സിലാക്കാതെ. ഓക്കെ, then shift duties of senior and junior staff 12 hours duty. ഇനി സീനിയറിനാണെങ്കിലും ജൂനിയർ സ്റ്റാഫിനാണെങ്കിലും ഷിഫ്റ്റ് ഡ്യൂട്ടി ICUല് വരുന്നത് 12 hours ആണ്. ICU എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സ്റ്റാഫുകൾ ഒത്തിരി ഉണ്ട് അല്ലെ? ജൂനിയർ സ്റ്റാഫുകളുണ്ട്, അതോടൊപ്പം തന്നെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. സോ ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടി. 12 മണിക്കൂറാണ് ICUലെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, then the senior resident has right to start and perform emergency treatment which may be invited without permission. Later consultant must be informed. ഈ സീനിയർ റെസിഡന്റിന് കറക്റ്റ് സമയത്ത് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള
റൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു സീനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ICUലുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. സോ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ആരുടെയും അനുവാദം വേണ്ടാണ്. ഈ സീനിയർ റെസിഡന്റിന് തന്നെ പേഷ്യൻസിനായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാം വിതൗട്ട് പെർമിഷൻ ഒന്നും വേണ്ട. ദെൻ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ദെൻ ഡോക്ടർ ICUവിൽ വേറെ കൺസൾട്ടന്റ് വരുമ്പോൾ ഇൻഫോം ചെയ്താൽ മതി. കാരണം ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇത്രയും വർഷത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നോക്കിയിട്ടുള്ള അനുഭവമുണ്ട്. സോ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സീനിയർ റെസിഡന്റിന് കൊടുക്കാം. അവിടെ അനുവാദം ഒന്നും ചോദിക്കണ്ട. ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ആ പേഷ്യന്റിനെ നോക്കുന്ന ഡോക്ടർ വേറെ വരികയാണെങ്കിൽ ആ ഡോക്ടറിന് ഒന്ന് ഇൻഫോർമേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കി, വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ അടുത്തതിനകത്തോട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരുത്തണ്ട. അതിലുള്ള സെന്റൻസുകൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. എക്സ്ട്രാ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സീനിയർ റെസിഡന്റ് ആണ് രജിസ്ട്രാർ ആയിട്ട് മാറുന്നത്. ദെൻ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 hours ആണ് സീനിയറിന്റെയും ജൂനിയർ സ്റ്റാഫുകളുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ സീനിയർ റെസിഡന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. 3 പോയിന്റ്സുകൾ അതിനകത്ത് പറയുന്നുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. സീനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്, സീനിയർ ആണെന്ന്. ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയല്ല. പോസ്റ്റ് MD കഴിഞ്ഞതിന് ശേഷം ICUവിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ജൂനിയർ റെസിഡന്റ് ഇൻ ICU ജൂനിയർ റെസിഡന്റ്. One doctor in training during post graduation will be on duty in unit day and night. കണ്ടോ, സീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ് സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ഡോക്ടർ ട്രെയിനി ആണെന്ന്. അതായത് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ട്രെയിനി ാണ് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ സീനിയർ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് നേരത്തെ ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? സീനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ. ഓക്കെ, കണ്ടോ, ജൂനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡോക്ടറാണ്, ട്രെയിനി ആണ്. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനി. നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ട്രെയിനിയാണ്. Then will be on duty in unit day and night. ICUവില് ഡേയിലും നൈറ്റിലും ഈ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് the duty would include keeping patient records while in ICU and preparing summaries. ഈ ജൂനിയർ ഡോക്ടർ അല്ലെങ്കിൽ ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സമ്മറി തയ്യാറാക്കണം. പ്രിപ്പയറിംഗ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസുകളുടെയും അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും തയ്യാറാക്കുക. അതാണ് ഈ ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ പേഷ്യന്റിനെ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? സമ്മറി തയ്യാറാക്കണം. ട്രെയിനിങ് ആണ്, ഡോക്ടർ ട്രെയിനി ആണ്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ട്രെയിനിങ്. ക്ലിയർ ആയോ? റെസിഡന്റ് സീനിയറും അതുപോലെ ജൂനിയർ റെസിഡന്റും ഇപ്പൊ മനസ്സിലായില്ലേ? ജൂനിയറും കൂടി പറഞ്ഞപ്പോ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, സീനിയർ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. ജൂനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യണില്ല. ഓൺലി പേഷ്യന്റിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? സമ്മറി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ.
എങ്ങനെയാണ് ICUയുടെ പ്രവേശന മാനദണ്ഡം അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മൾ പോയി ICUയിൽ അഡ്മിറ്റ് ചെയ്യോ? ഇല്ല. അവിടെ രോഗത്തിന്റെ കാഠിന്യം അല്ലെ, രോഗത്തിന്റെ കാഠിന്യത്തെയൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ശേഷം രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ ICUയിലേക്കും മറ്റും ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് ICUയിലോട്ടുള്ള ഒരു പ്രവേശനത്തിന്റെ ആ ഒരു ക്രൈറ്റീരിയ എന്നാണ് നോക്കുന്നത്. To optimize ICU resources and enhance outcomes, ICU admissions should be guided on the basis of a combination of factors. അല്ലെ, അപ്പോ ICUയിൽ നമ്മൾ അഡ്മിഷന്റെ ഘടകങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റിൽ പറയുന്നത് ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് അല്ലെ, നല്ല രീതിയിലുള്ള ICUയിലുള്ള റിസോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഔട്ട്കംസ് ലഭിക്കണം എന്ന്. അതായത് എന്താ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ രോഗി പേഷ്യന്റിന് നമ്മള് നല്ലൊരു ഔട്ട്കംസ് ഉണ്ടാക്കണം. അതായത് ICUയിലെ എല്ലാ നമ്മുടെ മെത്തേഡ്സുകളും ചികിത്സാ രീതികളിലൂടെ പേഷ്യന്റിന് നമുക്ക് പഴയ നോർമൽ രീതിയിലോട്ട് എത്തിക്കണം. ദെൻ അതിന് വേണ്ടുന്ന ഘടകങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, prioritization in accordance with to the patient's severity of illness. അല്ലെ, രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് മുൻഗണന കൊടുക്കണം. നമ്മൾ പറഞ്ഞ കുറച്ച് ക്രിട്ടിക്കൽ ആകുമ്പോ അല്ലെ, കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആവുന്ന പേഷ്യൻസിനാണ് നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെ? ആണോ? പെട്ടെന്നൊരു രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കൂടി രോഗത്തിന്റെ ആ ഒരു തീവ്രത കൂടുമ്പോഴാണ് നമ്മൾ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് പേഷ്യൻസിന് മുൻഗണന കൊടുക്കണം എന്ന്. അതായത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് ഏത് പേഷ്യൻസ് ആണോ അവർക്ക് കൂടുതൽ എന്ത് കൊടുക്കുക? പ്രയോറിറ്റൈസേഷൻ കൊടുക്കണം, മുൻഗണന കൊടുക്കണം. ICUയിൽ പെട്ടെന്ന് ആളെ നമ്മൾ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ്സുകൾ പെട്ടെന്ന് തന്നെ എത്തിക്കുക. ഓക്കെ, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, specific patients needs such as life supportive therapies. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് നിർദ്ദിഷ്ട ചില രോഗികൾക്ക് ലൈഫ് സപ്പോർട്ട് തെറാപ്പി ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ട് തെറാപ്പി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചിലർക്ക് ഇതുപോലെ എന്താണ് ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെ, നമ്മൾക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഓക്സിജന്റെ സഹായം വേണം അല്ലെ, ഓക്സിജന്റെ ഹെൽപ്പ് വേണം, ഓക്സിജൻ മാസ്ക് വെച്ച് ഓക്സിജന്റെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസുകൾക്ക് നമ്മൾ ICUയിലെ അഡ്മിഷൻ നൽകിയിരിക്കണം. ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഇപ്പോ ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള ഹെൽത്തും അങ്ങനെയൊക്കെ നോക്കിയിട്ട്, അതായത് ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുകൊണ്ട് വേണം നമ്മൾ ICUയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ റെഡിയാക്കാം. കാരണം ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ നോർമൽ നമ്മളൊരു റൂമിലാണെങ്കിലും കാഷ്വാലിറ്റിയിലാണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ്. പക്ഷേ ഇതുപോലുള്ള ലൈഫ് സപ്പോർട്ട് ആവശ്യമായി വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് വേണം? ICUയിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ട്യൂബൊക്കെ ഇടുന്ന പേഷ്യൻസ് ഉണ്ടാകും, ഇതുപോലെ ശ്വസിക്കാൻ പറ്റാത്തവരുണ്ടാകാം അല്ലെ. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനൊക്കെ വരുമ്പോൾ അവർക്കാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. ദെൻ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസിസ് രോഗം നിർണയിച്ചതിന് ശേഷം അല്ലെ, നമ്മൾ രോഗനിർണയം എന്നതാണ് ഒരു ക്രിട്ടിക്കൽ ഇത്ര സീരിയസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ രോഗം നമ്മൾ നിർണയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പേഷ്യന്റിന് നമ്മൾ ICU അഡ്മിഷൻ കൊടുക്കുന്നു. അതുപോലെ പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ എന്താ പറയാ? പ്രോഗ്നോസിസ് രോഗപ്രവചനം. അതായത് നമ്മൾ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തി, പ്രൊസീജിയേഴ്സുകളൊക്കെ നടത്തി അതിലൂടെ ഇന്ന അസുഖമാണ് രോഗം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോഴും നമ്മൾ ആ രോഗത്തിന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ ICUയിലോട്ട് പേഷ്യന്റിന് നമ്മൾ അഡ്മിഷൻ നൽകുന്നു. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഫ്രം ഇന്റർവെൻഷൻസ്. എന്താ ഇന്റർവെൻഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടലുകളിലൂടെ ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് പറഞ്ഞു തരാം, മനസ്സിലായിട്ടില്ല എന്നറിയാം. ഇന്റർവെൻഷൻസ് അതായത് ഇടപെടലുകൾ. ഇപ്പൊ ഒരു ICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കണ്ടു ഒരുപാട് എക്യുപ്മെന്റ്സുകളുണ്ട്, മെഷീനറികളുണ്ട്, ലൈഫ് സപ്പോർട്ടീവ് മെഷീൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ അതിന്റെ എല്ലാം സഹായത്തോടെ ആ ഒരു ഇടപെടലുകളിലൂടെ ബെനിഫിറ്റ് ലഭിക്കും, പേഷ്യന്റിന് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മൾ ICUയിലൂടെ അഡ്മിഷൻ ക്രൈറ്റീരിയ കൊടുക്കുന്നു. അല്ലേ? ഇപ്പൊ ലൈഫ് തെറാപ്പി, ലൈഫ് സപ്പോർട്ട്
തെറാപ്പി ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മൾ ICUലോട്ടുള്ള ഒരു അഡ്മിഷൻ കൊടുക്കുന്നു. കാരണം അവിടെ നിന്ന് ആ ഒരു ഇന്റർവെൻഷനിൽ കൂടി ഒരു ബെനിഫിറ്റ് കിട്ടുന്നു. നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും. ചിലപ്പോൾ 1-2 ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ ഓക്സിജനും ലൈഫ് സപ്പോർട്ടും അല്ലെങ്കിൽ അത്യാവശ്യം മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആള് പഴയ രീതിയിലോട്ട് ഓക്കെ ആകും, നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ബെനിഫിറ്റ് ലഭിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ബെഡ് അവൈലബിലിറ്റി. ഇനി ICUവിന്റെ ഉള്ളിൽ ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ അല്ലെ? നമ്മൾ പേഷ്യന്റിനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ICUവിലുള്ള വാർഡ് സിസ്റ്ററിനെ ഒന്നും വിളിച്ച് ചോദിക്കും, ICU ഇൻചാർജിനെ വിളിക്കും. ഒരു പേഷ്യന്റിനെ നമ്മൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, അവിടെ ഓൾറെഡി പേഷ്യന്റ് ഫിൽ ആണെങ്കിൽ കൊണ്ടുപോയിട്ട് കാര്യമുണ്ട് ICUലോട്ട് ചെയ്യാം അല്ലെ? അത്യാവശ്യം ബെഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകും. സോ ചിലപ്പോൾ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ബെഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ എന്നതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ICUലോട്ട് അഡ്മിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ടോ കൂടുതലായിട്ടോ ഒന്നും പഠിക്കണ്ട. സെയിം എത്ര പോയിന്റ് ഉണ്ട്? 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ടെക്സ്റ്റിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. കുറച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചാൽ അത് എളുപ്പം കിട്ടില്ല. കാരണം കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ വായിക്കണം. മെഡിക്കൽ ടേംസുകൾ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ അത് വായിക്കാം. ദെൻ കൃത്യമായിട്ടും ടെക്സ്റ്റിലുള്ളത് എന്താണോ അതുപോലെ നിങ്ങൾ പഠിക്കുക. അതിൽ കൂടുതലൊന്നും പഠിക്കാനായിട്ടില്ല. ഓക്കെ, മാക്സിമം ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗത്തെ കണ്ടെത്തുന്നത്, അതായത് ഇപ്പോൾ സ്കാനിങ്ങിലൂടെ കണ്ടെത്തും, അല്ലെങ്കിൽ എക്സ്റേ ചെയ്യും, സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യും. അതിലൂടെ നമ്മൾ അസുഖത്തെ കണ്ടെത്തില്ലേ? കണ്ടെത്തി കഴിയുമ്പോഴാണ് ക്രിട്ടിക്കൽ ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡയഗ്നോസിസും അങ്ങനെ തന്നെയാണ് കേട്ടോ. രോഗനിർണയം തന്നെയാണ് ഡയഗ്നോസിസും. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ അവർക്ക് കുറച്ച് മുൻഗണന കൊടുക്കണം. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനല്ലേ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത്. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല, ആവറേജ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിനാണെങ്കിൽ ചിലപ്പോൾ ICUയിൽ പ്രവേശിപ്പിക്കാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാം. സോ നമ്മൾ മുൻഗണന കൊടുക്കാന്ന് രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് മുൻഗണന കൊടുക്കാം. ഡോക്ടേഴ്സിന് അറിയാലോ ഏത് രോഗിക്കാണ് നമ്മൾ ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നൽകേണ്ടത്. അതിനനുസരിച്ചിട്ട് മുൻഗണന കൊടുക്കുക. ഫിഫ്ത്ത് പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. അതായത് ഇടപെടലുകളിലൂടെ ബെനിഫിറ്റ് ഉണ്ടാകുമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ICUലാണെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകളുണ്ട്, മെഷീനറികളുണ്ട്, ഇതുപോലെ ലൈഫ് സപ്പോർട്ടീവ് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ ഓക്സിജനും അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൽ നിന്നും ആ ഒരു പേഷ്യന്റിന് ബെനിഫിറ്റ് ലഭിക്കും എന്നാണെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്യാം. ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള പേഷ്യന്റിനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഒരു ICUവിന്റെ ഉള്ളിലുള്ള ഓരോ ദിവസത്തെ ഡേ ടു ഡേ ദൈനംദിന പ്രവർത്തനങ്ങൾ. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് ഇൻ ICU. അതായത് പാരന്റ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആവശ്യമാണ്. ICUവിലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പാരന്റ് യൂണിറ്റുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്
ഇപ്പൊ ICU കിടക്കുന്ന പേഷ്യന്റ്, ഒരു പേഷ്യന്റ് ICU കിടക്കുകയാണെ, സോ ICUനോട് ചേർന്ന് ഒരു റൂം ഉണ്ടാകും. ഈ ICU അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർക്കായിട്ട് ബൈസ്റ്റാൻഡർ തൊട്ടടുത്ത് തന്നെ ഒരു പാരന്റ് യൂണിറ്റ് എന്ന് അതിന് പറയുന്നത്. അതായത് നമ്മള് ICU ഇപ്പോ നമ്മൾ ICU പെട്ടെന്ന് ഓരോ മെഡിസിൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ബൈസ്റ്റാൻഡർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. സോ ഈ ICU റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ബൈസ്റ്റാൻഡർക്കുള്ള ഒരു റൂം ഉണ്ടായിരിക്കും. ഒരു റൂം എടുക്കാറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? ICUവിന്റെ തൊട്ടരികിലായിട്ട് തന്നെ വരുന്നതാണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് വേണം എന്ന് പറയുന്നത്? ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ വെയിറ്റിംഗ് ഏരിയ അതുപോലെ തന്നെ ഒരു റൂമുകൾ ഉണ്ടാവും കേട്ടോ. അതിനാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റൂമുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ടില് ICUവിന്റെ ഫ്രണ്ടില് വെയിറ്റിംഗ് ഏരിയ പോലെ ഒരുപാട് എല്ലാ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകും ഇല്ലേ? ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കാറില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ICU ഒക്കെ ആണെങ്കിൽ അനൗൺസ് ചെയ്യും ICUയുടെ ഉള്ളിൽ നിന്നും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ICUയുടെ ഉള്ളിൽ നിന്ന് അനൗൺസ് ചെയ്യും, പേഷ്യന്റിന്റെ പേര് വിളിച്ചു പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡറോട് വരാനായിട്ടുള്ള അനൗൺസ് ആയിരിക്കും ചെയ്യുന്നത്. എപ്പോഴും അവർ ഡോറോർന്ന് വന്ന് വിളിക്കുകയല്ല ചെയ്യുന്നത്, അനൗൺസ് ആയിരിക്കും ചെയ്യുന്നത്. സോ ആ ഒരു വെയിറ്റിംഗ് ഏരിയ എന്ന് പറയാം. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോ ICUവിന്റെ അടുത്തായിട്ട് ഒരു റൂം ഉണ്ടാകും. അത് എന്താ നെസസറി ആണെന്ന്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് ആ യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നെസസറി ആണ്. എങ്കിലല്ലേ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കുറച്ച് ക്രിട്ടിക്കലായി വേറൊരു സെക്ഷനിലോട്ട് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അനൗൺസ് ചെയ്തിട്ട് ഈ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് സംസാരിക്കും. രണ്ടാമത്തെ പോയിന്റ്, റൊട്ടീൻ ICU റൗണ്ട്സ് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് അറ്റ് 9 to 11 AM under whom patient is admitted. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ICUല് റൊട്ടീൻ റൗണ്ട്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വരില്ലേ, അതുപോലെ തന്നെ ICUല് റൗണ്ട്സിന് വരുന്നത് മോർണിംഗ് 9 to 11, 9 to 11 ആ ഒരു ടൈമിന് ഇടയ്ക്കായിരിക്കും നമ്മള് പേഷ്യന്റിനെ ഡോക്ടർ വന്ന് റൗണ്ട്സിന് വരുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടൈം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മോർണിംഗ് അറ്റ് 9 to 11 AM. The main decision regarding treatment is taken in these rounds. ഡോക്ടർ റൗണ്ട്സിന് വന്ന ആ ഒരു ടൈമിലാണ് ട്രീറ്റ്മെന്റ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡിസിഷൻസ്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് റൗണ്ട്സിന് വന്ന് പേഷ്യന്റിനെ ഡോക്ടർ നോക്കുമ്പോഴാണ് ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങള്, ഡിസിഷൻസ്, തീരുമാനങ്ങളും മറ്റും എടുക്കുന്നത്. Then the treatment initiated to patients is written by senior resident posted in ICU. Extensive care is given to patients. അതായത് ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ്, രോഗിക്ക് നമ്മൾ ചികിത്സ ആരംഭിക്കുന്നതും മറ്റും പേഷ്യൻസിന്റെ റിട്ടേൺ എഴുതുന്നത് സീനിയർ റെസിഡന്റ് ആയിരിക്കും. സീനിയർ റെസിഡന്റ് ആണ് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് മറ്റും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നതും മറ്റും സീനിയർ റെസിഡന്റ് ആയിരിക്കും. Posted in ICU, extensive care is given to patients. Then രോഗിക്ക് വിപുലമായിട്ടുള്ള പരിചരണവും മറ്റുമൊക്കെ കൊടുക്കുന്നത് സീനിയർ ആയിട്ടുള്ള റെസിഡന്റ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സീനിയർ റെസിഡന്റ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും then പരിചരണവും മറ്റും കൊടുക്കുന്നത് സീനിയർ റെസിഡന്റ് ആണ്. ഓക്കെ, ഇത് മൂന്നെണ്ണമാണ് ICUവിനുള്ളിലെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ ടൈം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദെൻ മൂന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മൂന്നാമത്തത് എവിടെ വരെയാണെന്ന് പറയാം. The treatment initiated to patient is written by senior resident. Senior resident അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? അതായത് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇങ്ങനെ വായിച്ചു നോക്കിയാ 3 പോയിന്റ്സുകള് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്.
വായിച്ചോ 3 പോയിന്റ്സ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിലെ? Then next one, discharge procedures. ICU കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? Patients who are recovered and are steady can be discharged. പേഷ്യന്റ് ആ ഒരു വന്ന ഒരു അവസ്ഥയിൽ നിന്നും റിക്കവർ ആയി ആള് സ്റ്റഡി ആയെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു മാനദണ്ഡങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റിക്കവറി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള, വന്നതിനേക്കാളും ചിലപ്പോൾ ഭയങ്കര മോശം സിറ്റുവേഷനിൽ വന്നൊരു വ്യക്തി ആയിരിക്കാം. അതിൽ നിന്നും കുറെ ഭേദപ്പെട്ടു, റിക്കവറി ആയി, ആള് സ്റ്റഡി ആയി എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസൺ but needs close observation can either be discharged to wards or in intermediate care area depending on need for ICU beds. അതായത് ഇപ്പോ ചില പേഷ്യൻസ് ചിലപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോന്നു കഴിഞ്ഞു, നമ്മൾ പറയില്ലേ ക്രിട്ടിക്കൽ നില തരണം ചെയ്തു, പക്ഷേ ഒബ്സർവേഷൻ ആവശ്യമാണ്, എന്നാൽ പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല, ക്രിട്ടിക്കൽ നില തരണം ചെയ്തു എങ്കിലും ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ICUവിൽ നിന്നും ICUവിന്റെ അടുത്തുള്ള വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഇന്റർമീഡിയറ്റ് കെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ നീഡ്സ് ഫോർ ICU ബഡ്സ്. ICU ബഡ്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മേ ബി ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ICUലോട്ട് ആളെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കഴിഞ്ഞു എങ്കിലും ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് ICUവിന്റെ അടുത്തുള്ള വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് പറയുന്നത് പേഷ്യന്റ് ഇൻ ഹൂം death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. അതായത് ഇപ്പോ ചില സന്ദർഭങ്ങളിൽ ICUവിലുള്ള ട്രീറ്റ്മെന്റ്സ് തുടരുകയാണെങ്കിലും ചിലപ്പോൾ മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ള പേഷ്യൻസുകൾ, അതായത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പറയും മെഡിസിൻസിനോട് പ്രതികരിക്കണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരുപാട് ദിവസം ICUവിൽ കിടന്നിട്ടും അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ കിടത്തിയിട്ടും ചിലപ്പോൾ റിക്കവറി ചെയ്ത് പോകും, പക്ഷെ ചില സന്ദർഭങ്ങളിൽ പേഷ്യൻസിന് ചിലപ്പോൾ മരുന്നിനോട് പ്രതികരിക്കാതെ വരിക, ഇത്ര ദിവസം നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടും മെഡിസിനോട് പ്രതികരിക്കണില്ല, അല്ലെങ്കിൽ റിക്കവറി ആകുന്നില്ല, ലാസ്റ്റ് സ്റ്റേജിലോട്ടോട്ട് എത്തിക്കഴിഞ്ഞു, മോസ്റ്റ് ക്രിട്ടിക്കലി ആയി, നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിനോടൊന്നും ബോഡി പ്രതികരിക്കണില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് നമ്മൾ എത്രയും ദിവസം അവിടെ ICUവിൽ കിടത്തിയാലും ആൾക്ക് റിക്കവറി ആകാൻ പറ്റില്ല, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ള കേസുകൾ വരുമ്പോഴും ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യുന്നു. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ മാക്സിമം അവർ ICUവിൽ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കും, പക്ഷെ ഇതുപോലെ മെഡിസിനോടൊന്നും പ്രതികരിക്കണില്ല, ബോഡി പ്രതികരിക്കണില്ല എങ്കിൽ അവരെന്ത് പറയും? മാക്സിമം ഞങ്ങൾക്കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നത് നോക്കി നിങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ പറയാറില്ല ഡോക്ടേഴ്സ്? മാക്സിമം അത് അവരെ കൊണ്ട് അവർ ചെയ്യാത്തതല്ല, മാക്സിമം ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും ആ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കും. പക്ഷെ ഇതുപോലെ മെഡിസിൻസിനോടൊന്നും പ്രതികരിക്കാതെ വരുമ്പോ എന്ത് ചെയ്യുന്നു? അവർക്ക് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ബോഡി പ്രതികരിക്കണില്ല, ആ സിറ്റുവേഷൻസിൽ നമുക്ക് പേഷ്യന്റിനെ ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പൊ 3 സിറ്റുവേഷൻ ആണ് പേഷ്യന്റിനെ നമ്മൾ ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയാൽ 3 പ്രൊസീജിയേഴ്സ്. മനസ്സിലാക്കി വായിക്കുക കേട്ടോ, അവിടെ അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല. 3 സന്ദർഭങ്ങളിലാണ് നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വായിച്ചു വെക്കുക. അത് വായിക്കുമ്പോൾ തന്നെ അത് മാക്സിമം പഠിച്ചുകൂടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, എളുപ്പമാണ്, അത് മനസ്സിലാക്കി വായിക്കുക.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ? വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. Next one, responsibilities of in charge of ICU. ICU ല ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന്. ഇൻചാർജ് എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ICUലെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ICU ഇൻചാർജിന് വരുന്നത്. Then എന്തൊക്കെയാണ് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് is representative for യൂണിറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ്. ഇൻചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ്. പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. ഒരു എന്താ പറയാ, ക്ലിനിക്കൽ കെയറിന്റെ ഒരു കണ്ടിന്യൂറ്റി, പരിചരണത്തിന്റെ ഒരു തുടർച്ച, പേഷ്യൻസിന് ഒരു പരിചരണം കൊടുക്കുന്നു, കെയർ കൊടുക്കുന്നു. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instruction not only regarding patient care but also for use of unfamiliar equipments. Arrange അതായത് ICUല ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻസ് ഓഫ് ജൂനിയർ സ്റ്റാഫ്. ജൂനിയർ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്യുന്നു, അവർ ടീച്ച് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവിഷൻ ചെയ്യുന്നു, അവർ കൃത്യമായിട്ടും അവരുടെ ഡ്യൂട്ടീസുകൾ ചെയ്യുന്നുണ്ടോ. Therefore needed comprehensive instruction, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതായത് ഇപ്പൊ പുതിയ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്കറിയാം ICUകളിൽ ഒരുപാട് മെഷീൻസും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവിഷൻ ചെയ്യണം. അതുപോലെ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ടീച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുക എന്നവര് ജൂനിയർ സ്റ്റാഫുകളെ. Then is responsible for purchasing and servicing ICU equipments. ICUലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യണം, പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കണം. അതുപോലെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ തകരാറൊക്കെ ഉണ്ടെങ്കിൽ അത് സർവീസിങ്ങും ചെയ്യണം. സർവീസിങ് ICU എക്യുപ്മെന്റ്സ്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ പോയിന്റ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിങ് സർവീസിങ് ICU എക്യുപ്മെന്റ്സ്. എക്സാമിന് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. Who is responsible for purchasing and servicing of ICU equipments? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. Who is responsible for purchasing and servicing of ICU equipments? അണ്ടർലൈൻ ചെയ്തോ പോയിന്റ്? നാലാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. നാലാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Okay, then next point നോക്കാം. Should initiate research and recognized and as an authority. അല്ലെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? Should initiate റിസർച്ചുകൾ ഇനിഷ്യേറ്റ് ചെയ്യാണ്. അതായത് റിസർച്ചുകളൊക്കെ നടത്തുക. അതുപോലെ തന്നെ എന്താണ്, recognized as an authority, ഒരു അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുക ആണ്. അതായത് ഇപ്പോ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ രോഗങ്ങളെ കുറിച്ചും മറ്റുമുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക. Then last one, should review all treatment regimen with the staff. Should review all treatment regimen with the staff. എന്താ regimen എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാ ചികിത്സകളും ജീവനക്കാരുടെ എന്താണ്, ജീവനക്കാരുമായിട്ടൊരു മീൻസ് എല്ലാ കാര്യങ്ങളും ഒരു റിവ്യൂ ചെയ്യണമെന്ന്, ജീവനക്കാരുമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കുക. ഈ ICU ഇൻചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹെഡ് ആണ് അല്ലേ. അപ്പൊ മറ്റ് സ്റ്റാഫുകളുമായിട്ടും ഒരു റെജിമെന്റ്സ്, ഒരു ചിട്ടയോട് കൂടി തന്നെ എല്ലാ സ്റ്റാഫുകളുമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളും മറ്റും ഒന്ന് റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്യുന്ന വെച്ചാൽ എന്താ, ഒന്ന് വിലയിരുത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, വിലയിരുത്തുക. ഇത്രയുമാണ് ഒരു ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ, പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയുക, റിവ്യൂസ് വിലയിരുത്തുക, അവിടെ എന്തെങ്കിലും സ്റ്റാഫുകൾക്ക് അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി പഠിക്കണം. അതിൽ നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം പ്രത്യേകം.
അയച്ചോ റെസ്പോൺസിബിലിറ്റീസ്? ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാം. ഹാർഡ് ചെയ്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പോയിന്റ്സ് അധികം ഉണ്ട്. സോ മനസ്സിലാക്കി പഠിക്കണം പോയിന്റ്സുകള്. Okay, next section നോക്കാം. The hospital administration should ensure. Hospital administration ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അതായത് ഒരു ICU ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, unsuitable environment for patient safety. പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അല്ലെ, നമ്മൾ പറഞ്ഞു ICUയുടെ ഉള്ളിൽ ഒരുപാട് മെഷീനറീസ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സുകൾ വേണം. അതുപോലെ അത് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം എന്ന്. അല്ലെ, നമ്മൾ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസുകൾ ആയിരിക്കണം. ചിലപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ അത് പുറത്ത് വർക്കിംഗ് ഇല്ലാതെയൊക്കെ വരാം. അല്ലെ, ചിലപ്പോൾ അതിന്റെ ബാറ്ററി പവർ ഉണ്ടോ, ചാർജ് ഉണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ടൊക്കെ നോക്കാണ്. അപ്പൊ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസുകൾ വേണം. റിസോഴ്സസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ റിസോഴ്സസും വേണം. അത് നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലും ആയിരിക്കണം. ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംബിൾ എന്ന് പറഞ്ഞാൽ ധാരാളം സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീംസ് ICUയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. Then standard of care that include a proper referral system. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പരിചരണം ഉണ്ടായിരിക്കണം. അതുപോലെ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. ഇനി പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഫറൽ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന്, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം എന്ന്. ഒരു പേഷ്യന്റിനെ മീൻസ് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്ന്. ഒരു പേഷ്യന്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ സമയങ്ങളിലും നമ്മൾ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസുകൾ ഉറപ്പാക്കാന്ന്. അതായത് പ്രോഗ്രാംസ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗ്സുകളോ അങ്ങനെയൊക്കെ വെക്കുക. കാരണം നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ പറ്റുമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്യണം. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഒരു പേഷ്യന്റിനെ ICUയിലേക്ക് അഡ്മിഷൻ ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പോളിസിയും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കണം. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്ന്. അത് അഡ്മിഷൻ ക്രൈറ്റീരിയക്ക് ആണെങ്കിലും പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും പേഷ്യൻസിന് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. ഓക്കെ, പോയിന്റ്സുകൾ വായിച്ചു നോക്കിയേ. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ. ലാസ്റ്റ് ഭാഗത്ത് വന്നപ്പോഴാണ് ഈ പോയിന്റ്സുകൾ അധികം ഉണ്ട്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. നന്നായിട്ട് എഫോർട്ട് എടുത്ത് പഠിക്കണം ഈ ഒരു ചാപ്റ്റർ. അയച്ച പോയിന്റ്സുകൾ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയത് ICU ഇൻചാർജ് ആണ് കേട്ടോ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ICU ഇൻചാർജ് അല്ല, സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU.
ICU കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ വിസിറ്റ് ചെയ്യാനോ വിസിറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ഫാമിലി ബൈസ്റ്റാൻഡറോ ഫാമിലി മെമ്പേഴ്സോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ICU കിടക്കുന്ന പേഷ്യൻസിന്റെ പേഷ്യന്റ് നമ്മൾ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലിയോ ഫസ്റ്റ്ലി മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആദ്യം നമ്മൾ കാണുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, attend calls and pass on messages properly. കോൾസുകളൊക്കെ ICUലേക്ക് വരുന്ന കോൾസുകൾ അറ്റൻഡ് ചെയ്യുന്നതും മെസ്സേജസുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പാസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്, ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി. മൂന്നാമതായിട്ട് പറയുന്നത് accountable for greeting them and listening to determine what the client requires. ഹോസ്പിറ്റലിലെ ICUലേക്ക് വരുന്ന പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ മീൻസ് പേഷ്യന്റിനെ സ്വീകരിക്കുന്നതും ആ പേഷ്യന്റിന്, ക്ലൈന്റ് എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ആണ്, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ലിസൺ ചെയ്യാന്ന്, അതായത് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യങ്ങളൊക്കെ നിർണ്ണയിക്കാന് ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്. അവർ പറയുന്നില്ല എങ്കിലും അവരുടെ ആവശ്യത്തിന് അവർക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസിലും മറ്റും ചെയ്തു കൊടുക്കുക. നാലാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് the secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. സെക്രട്ടറിയുടെ ലയബിൾ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ജനറൽ ഇൻഫോർമേഷൻ. ഇപ്പോ പേഷ്യന്റിന്റെ ഫാമിലി അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ചോദിക്കുന്ന എന്തെങ്കിലും അവർക്ക് ട്രീറ്റ്മെന്റ്സ് പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും, സോ അതിനുള്ള ആൻസേഴ്സ് പറയണം. അതുപോലെ തന്നെ ജനറൽ ഇൻഫോർമേഷൻസുകൾ, അതായത് ഇപ്പൊ വിസിറ്റിംഗ് അവേഴ്സ്, ICUല് ഇപ്പൊ വിസിറ്റിംഗ് അവേഴ്സ് എല്ലാവരും ഒന്നും പ്രവേശിക്കില്ല, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയേക്ക് ആയിരിക്കും, അതിനുള്ള ടൈമും കാര്യങ്ങളും, എത്ര വിസിറ്റിംഗ് അവേഴ്സിന് എത്ര ടൈമാണ് നമുക്ക് വിസിറ്റിംഗിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ICU സെക്രട്ടറി ആയിരിക്കും. Then, if cannot provide information concerning medical status of a patient, it is the secretary who helps the point the customers in the right direction and refer them to other staff members if needed. ഇനി അപ്പോ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു, ഇനി എന്തെങ്കിലും മെഡിക്കൽ സ്റ്റാറ്റസ് പരമായിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ, അദ്ദേഹത്തിന് കൂടുതലായിട്ട് മെഡിക്കൽ പരമായിട്ടുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽ അറിയില്ല എങ്കിൽ ആ കസ്റ്റമേഴ്സിന്, അതായത് പേഷ്യൻസിന്റെ ആ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. മറ്റ് സ്റ്റാഫ് മെമ്പർ നമ്മള്, അതായത് ഇപ്പോൾ അടുത്തൊരു നഴ്സിംഗ് സ്റ്റാഫിനോട് ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. അപ്പൊ ആ സ്റ്റാഫിനോട് നിങ്ങൾ വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന് പറയുന്നു, മറ്റൊരാളുടെ ഹെൽപ്പ് തേടുന്നു. Then perform clerical task, update bed status in കമ്പ്യൂട്ടറിലെ ക്ലറിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാന്ന്, മീൻസ് ICUലുള്ള ക്ലറിക്കൽ പരമായിട്ടുള്ള ടാസ്കുകൾ. അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസ് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യണം. ബെഡ് സ്റ്റാറ്റസ് എന്ന് പറയാലോ, ഇപ്പൊ എത്ര ബെഡ് ഉണ്ട് അവിടെ, എത്ര ബെഡ് ഇപ്പോ ബെഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇനി എല്ലാ ബെഡുകളും ഫുൾ ആയിട്ടുള്ള ബെഡുകൾ എത്രയാണ് നമ്പർ, ഇനി എത്ര ബെഡ് അവൈലബിൾ ആണ് എന്നുള്ള ഒരു ബെഡ് അവൈലബിലിറ്റിയുടെ കണക്കുകളും മറ്റും കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യണം. മെയിൻ്റനൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്, ഫയലുകളും പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യുക. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് വർക്ക് ചെയ്യണം. ദെൻ എന്താണ്, അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരുമിച്ച് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത് പോവുക. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ വ്യക്തികളോടൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയുമാണ് ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വ്യക്തികളാണ് കേട്ടോ. ICU ഇൻചാർജ് ഉണ്ട്, അത് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കി. പിന്നെ അടുത്തൊരു വ്യക്തിയാണ് ICU സെക്രട്ടറി. ഓക്കെ, വായിച്ചു നോക്കുക സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്.
ഫിഫ്ത് പോയിന്റ് ആണോ? അതായത് ഇപ്പോ മെഡിക്കൽ സ്റ്റാറ്റസ്, പേഷ്യന്റിന്റെ മെഡിക്കൽ പരമായിട്ടുള്ള കൂടുതലായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ആ ഒരു മീൻസ് അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുടെ ഹെൽപ്പ് തേടുന്നു. അതായത് ഒരു റൈറ്റ് ഡയറക്ഷൻ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇപ്പൊ വൈസ് സ്റ്റാഫിലേക്ക് റൈറ്റ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നു. അതായത് അവിടെയുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫിനെ വിളിക്കുന്നു. then ആ മെഡിക്കൽ സ്റ്റാഫ് മുഖാന്തരം അവിടുത്തെ എങ്ങനെയാണ് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നാലാമത്തത് എന്താണ്? The secretary is liable to answer basic questions and provide general information. സെക്രട്ടറിയുടെ ചുമതലയാണെന്ന് ബേസിക് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി കൊടുക്കണം അല്ലെ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബൈസ്റ്റാൻഡേഴ്സും മറ്റും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ വിസിറ്റിംഗ് അവേഴ്സ്, ഐസിയുയിലോട്ടുള്ള വിസിറ്റിംഗ് അവേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. മൂന്നാമത്തെ പോയിന്റ് വേണോ? മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? വരുന്ന പേഷ്യന്റിനെ ഗ്രേറ്റ് ചെയ്യുക, പേഷ്യന്റിനെ സ്വീകരിക്കുന്നതും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്താണ് അത് ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ ഐസിയുവിനുള്ളിൽ ചെയ്തു കൊടുക്കുക. ഫസ്റ്റ് പോയിന്റോ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICU സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ICUയിൽ കിടക്കുന്ന വ്യക്തികളുടെ ഫാമിലി മെമ്പേഴ്സോ വിസിറ്റേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ഒന്നും കൂടി പറയാം. എന്തായിരുന്നില്ലേ നേരത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, നോക്കാം കേട്ടോ. ഡേ ടു ഡേ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് പാരന്റ് യൂണിറ്റ് ആയിട്ട് നല്ലൊരു പ്രോപ്പർ കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന്. പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICUവിന്റെ ഫ്രണ്ടിലെ വെയിറ്റിംഗ് റൂം അല്ലെങ്കിൽ ICUവിന്റെ തൊട്ടടുത്തുള്ള ഒരു റൂം, പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റൂം, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ്. അപ്പം അതുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത് പറയുന്നത് ICU റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് 9 to 11 AM ആയിരിക്കും ICU റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മെയിൻ ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ, ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ ടൈമിലായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, ദ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റഡ് ടു പേഷ്യന്റ് റിട്ടൺ ബൈ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ റിട്ടൺ ആയിട്ട് എടുത്തരുന്നത് സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ICU എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കണം, പഠിക്കാനുണ്ട് അത്യാവശ്യം. 2 പ്രാവശ്യം ഓരോ കാര്യങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. 2 പ്രാവശ്യം നല്ല രീതിയിൽ. കാര്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത് തോന്നുന്നു മേ ബി 3-4 പേജസ് വരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ചില മെഡിക്കൽ ടേംസുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പോ നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ദെൻ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. ചാപ്റ്റർ വെന്റിലേറ്റർ ആയിരിക്കും നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് അറിയില്ല. വെന്റിലേറ്റർ ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. വെന്റിലേറ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു വെക്കണം എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഒന്ന് വായിച്ചിട്ട് വരിക. 13 ആണോ ചാപ്റ്റർ? ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.